തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഒക്ടോബർ 4-ന് നാളെ നടക്കാനിരുന്ന നറുക്കെടുപ്പാണ് മാറ്റിവെച്ചത്. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന കണക്കിലെടുത്താണ് തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. ഒക്ടോബർ 4-ലേക്ക് മാറ്റിയിരിക്കുന്നു ആ നറുക്കെടുപ്പ്. ഇനിയും വിറ്റ് തീരാൻ ലോട്ടറി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക, വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ? ക്രിസ്tina, ഒന്നാം സമ്മാനമായി ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുക, ലോട്ടറി സമ്മാനത്തുകയായിട്ടുള്ള ഒന്നാം സമ്മാനം 25 കോടി രൂപ നൽകുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ്, അത് ഭാഗ്യശാലികൾ വലിയ ആകാംക്ഷയോടെ കാണുന്ന ഒരു നറുക്കെടുപ്പാണ്. ആ നറുക്കെടുപ്പ് നാളെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി അതിൻ്റെ തീയതി, ആ നറുക്കെടുപ്പ് തീയതി മാറ്റിയിരിക്കുകയാണ്. ഒക്ടോബർ 4-ലേക്കാണ് തീയതി മാറ്റിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ലോട്ടറി വകുപ്പ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതും. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് ഈ ചരക്ക് സേവന നികുതിയുടെ മാറ്റം, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി. രണ്ടാമത്തേത് ഈ കനത്ത മഴയിൽ ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യം. ഇത് രണ്ടും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഏജന്റുമാരും വിൽപ്പനക്കാരും ഇത് നീട്ടണമെന്ന് അഭ്യർത്ഥിച്ചതെന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒക്ടോബർ 4-ലേക്ക് ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം, ഇതിനോടകം തന്നെ 75 ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റ് കഴിഞ്ഞുവെന്നാണ് ഇന്നലെയും ലോട്ടറി വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നത്. 14,07,100 ടിക്കറ്റുകൾ പാലക്കാട് വിറ്റു. രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരുണ്ട്. കഴിഞ്ഞ വർഷം 71.40 ലക്ഷം എണ്ണം തിരുവോണം ബമ്പർ ടിക്കറ്റുകളാണ് വിൽപ്പന നടന്നത്. അങ്ങനെ പലതരത്തിൽ പ്രത്യേകതകളുള്ള ഭാഗ്യശാലികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് അത് നാളെയല്ല, ഒക്ടോബർ 4-നായിരിക്കും നടക്കുക. ക്രിസ്tina. ശരി, ഭാഗ്യാന്വേഷികളേറെ കാത്തിരുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് ഒക്ടോബർ 4-നാണ് നടക്കുക. ഇനിയും വിറ്റഴിക്കാൻ ലോട്ടറികളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വിൽപ്പന, ഒപ്പം തന്നെ ഈ GSTയിൽ വന്ന മാറ്റം അത് ലോട്ടറി എങ്ങനെ ബാധിക്കും, അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇതുമൂലമാണ് നറുക്കെടുപ്പ് മാറ്റിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.